കിലോ കടലമാവാണ് ഇത്. ഇത് നമുക്ക് നല്ലവണ്ണം അരിച്ച് ഒരു അരിപ്പയിലിട്ട് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കട്ട പോലെ കാണും. അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ 100 ഗ്രാം വറുത്ത പൊടിച്ച അരിപ്പൊടി ചേർക്കാം അതിനകത്ത്. അരിച്ച അരിപ്പൊടിയാണിത്. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലിട്ട് കുഴയ്ക്കാം. എന്നിട്ട് അതിനകത്ത് 5 സ്പൂൺ ഉപ്പ് ചേർക്കാം. എന്നിട്ട് കായപ്പൊടി 1 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് നല്ലവണ്ണം കായപ്പൊടി 1 സ്പൂൺ ചേർക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ടൊരു പാത്രത്തിലിട്ടിട്ട് നമുക്ക് കുഴച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കുക. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇങ്ങനെ ഈ പരുവത്തിൽ കുഴച്ചെടുക്കണം. കുഴയ്ക്കുമ്പോൾ ഒട്ടും. അപ്പോൾ നമ്മൾ എന്ത് എടുക്കണമെന്ന് വെച്ചെങ്കിൽ കയ്യിൽ കുറച്ച് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് പൊട്ടത്തേയില്ല. സേവനാഴി എടുത്തിട്ട് അതിനകത്ത് പൊഴിക്കുമ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും വെള്ളം കയ്യിലെടുത്തിട്ട് മുക്കിയിട്ട് ഇങ്ങനെ കുടയണം. ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കൈ കുടയണം. വെള്ളം കളഞ്ഞിട്ട് വേണം. അല്ലെങ്കിൽ മാവിനകത്ത് ഒരുപാട് വെള്ളമായി പോകും. പിന്നെ എണ്ണയ്ക്കകത്തൊക്കെ നമ്മൾ സേവനാഴി കൂടെ പിഴിഞ്ഞിടുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കും. ഇങ്ങനത്തെ ഇത്രയുള്ള ഓട്ടയുള്ള അച്ചാണ് എടുക്കേണ്ടത്. അതിനകത്ത് സേവനാഴിക്കകത്ത് ഇങ്ങനത്തെയാണ് ഇടുക. സൂക്ഷിച്ചിടുക. അല്ലെങ്കിൽ നല്ല ഇട്ടില്ലെങ്കിൽ ഇടയ്ക്ക് പൊങ്ങിയൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇടയിൽ കൂടെ മാവൊക്കെ കയറി പോകുന്നത് നല്ലവണ്ണം ഇട്ടിട്ട് അതിനകത്ത് മാവ് നിറയ്ക്കും. അങ്ങനെ വെള്ളം ഇച്ചിരി വെള്ളം ഒട്ടണം. അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ മാവ് ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് വെള്ളം കയ്യിലെടുത്തിട്ട് കുടഞ്ഞിട്ട് അതിനകത്ത് മാവ് നമ്മൾ കയറ്റും. കയ്യിലിങ്ങനെ നനവുണ്ടെങ്കിൽ പിന്നെ സേവനാഴി പിടിക്കാനും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മളൊരു തുണി കൊണ്ട് കൈ തുടച്ചിട്ട് പീച്ചുവാണെങ്കിൽ നമുക്ക് പീച്ചുന്നതിനൊക്കെ പിഴിയാനൊക്കെ എളുപ്പമുണ്ട്. പീച്ചാണെന്നും ചിലയിടത്ത് പിഴിയാനെന്നൊക്കെ പറയും. അങ്ങനെ പീച്ച് എടുക്കണം. ഓരോ പ്രാവശ്യം വെളുത്തുള്ളി 2 തട്ടിയിടണം. ചതച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല മണവുമായിരിക്കും. പിന്നെ ചിലർക്കൊക്കെ കടലമാവ് തിന്നുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടല്ലോ, അതും ചിലപ്പോൾ മാറിക്കിട്ടും. നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ടിട്ട് പൊരിക്കുന്നുണ്ട്. അങ്ങനെ വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ഇടുന്നത് കാണിക്കാൻ മറന്നു. അതുകൊണ്ട് ഇനിയിപ്പം നന്നായിട്ട് മൂക്കുമ്പോൾ കോരണം. ഒരു 100 ഗ്രാം മൈദമാവ് എടുത്തിട്ട് നല്ലവണ്ണം കുഴച്ചിട്ട് ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ട് നല്ല 3 ഉണ്ട ആക്കിയിട്ട് ഒരു ഉണ്ട എടുത്തിട്ട് നമുക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരത്തണം. 2 സൈഡും നല്ല മാവിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് മുറിച്ചിടുമ്പോഴത്തേക്ക് ഒട്ടും. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് ഇത് പിന്നെ തീരെ ചെറുതായിട്ട് മുറിച്ചിടണം. എന്നിട്ട് നമ്മൾ ഇത് പൊരിച്ചെടുക്കണം. എന്നിട്ട് മിക്സറിൽ ഇടുവാണെങ്കിൽ നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് മിക്സറിൻ്റെ ഇടയ്ക്ക് കിടക്കുവാണെങ്കിൽ കഴിക്കാൻ നല്ലതാണ്. എന്നിട്ടിത് ഇടുമ്പോൾ മതിയാണ്. എന്നിട്ട് നല്ല മാവിട്ട് കൊടുക്കണം. ഇങ്ങനെ ഞാൻ എല്ലാം 3 ഉണ്ടയും പരത്തിയിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുത്താണ്. ഇതിനകത്ത് ഇച്ചിരി മാവിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒട്ടിപ്പോവും. എണ്ണയിലിടുവാണെങ്കിലും ഒട്ടിപ്പോവും. അതുകൊണ്ട് ഇത് ഇങ്ങനെ ചെറുതായിട്ട് മാവിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇത് എണ്ണയിലിട്ട് 2 ട്രിപ്പായിട്ട് പൊരിച്ച് കോരിയെടുക്കണം. മൂപ്പിച്ചിട്ട് നല്ല മൂപ്പിച്ചിട്ട് കോരിയെടുക്കണം. എന്നിട്ട് കോരിയിട്ട് നമുക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കിയെടുക്കണം. മിക്സ് ചെയ്തെടുക്കണം. ഉപ്പിട്ട് മിക്സ് ചെയ്യണം. ചൂടോടെ തന്നെ ഇട്ടാലേ ഇതിനകത്ത് പിടിക്കത്തുള്ളൂ. ചൂടോടെ ഇടണം, അല്ലെങ്കിൽ ഇത് പിടിക്കത്തില്ല തണുത്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് ചൂടോടെ ഉടനെ തന്നെ ഇതിനകത്ത് കോരിയെടുത്ത ഉടനെ തന്നെ നമ്മൾ ഇതിനകത്ത് ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതും പറയണം അവിൽ. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് അവിൽ പൊരിച്ചെടുക്കാം. 1/4 കിലോ അവിൽ നമുക്ക് പല പ്രാവശ്യമായിട്ടിട്ട് കുറച്ചായിട്ട് ഈ വല പോലെ തന്നെ ഇട്ട് പൊരിച്ചെടുക്കാൻ നമുക്ക് പെട്ടെന്ന് കോരിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇങ്ങനെ കോരിയെടുക്കാം.
എന്നിട്ട് മിക്സ് ചെയ്യണം. ഇതിനകത്തും കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കിയെടുക്കണം. നല്ലവണ്ണം ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. അല്ല ഇത് നല്ലവണ്ണം ഇളക്കണം. ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കണം. ഇങ്ങനെ കളറായിട്ട് ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇളക്കും. നല്ല കളർ കിട്ടും. നല്ല ഉപ്പ് വേണം കഴിക്കുമ്പോഴത്തേക്ക്. ഇങ്ങനെ എല്ലാം ഇട്ട് നല്ല മിക്സ് ചെയ്യും. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് കടലപ്പരിപ്പ് പൊരിച്ചെടുക്കാനാണ്. കടലപ്പരിപ്പ് 1/4 കിലോ കടലപ്പരിപ്പാണ്. ഇതിനകത്ത് ഒന്നിച്ചിട്ടിട്ടെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അത് കഴിഞ്ഞാൽ കപ്പലണ്ടി വറുത്ത് പോരാം. കപ്പലണ്ടി അതുപോലെ 1/2 കിലോ കപ്പലണ്ടിയാണ്. 2 പ്രാവശ്യം ഇട്ടാണ് കോരി പൊരിച്ചെടുക്കുന്നത്. എന്നിട്ട് കോരി എടുത്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് ഒരു പിടി നല്ല കറിവേപ്പില ഇട്ട് നല്ല മൂപ്പിച്ച് കോരി അതിൻ്റെ കൂടെ ഇട്ടിട്ട് നല്ല മിക്സറിയിട്ട് എല്ലാം കൂടെ ഇട്ട് ഇത് മിക്സ് ചെയ്യും. നമുക്കൊരു മുറം എടുത്തിട്ട് ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പല പ്രാവശ്യമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സാധനവും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. അത് എല്ലാം മിക്സ് ചെയ്യാനാണ്. എല്ലാം എടുത്ത് വാരിയെടുത്ത് കരിയാപ്പിലയൊക്കെ ഇടയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം ഇങ്ങനെ വാരിയത് കപ്പലണ്ടി മിക്സർ ഇത് ആവലും പിന്നെ വറുത്തതും പിന്നെ ഡയമണ്ട് കട്ട്സും എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്തും കുറേ കരിവേപ്പിലയൊക്കെ ഇടാം. പിന്നെ മുകളിലും കുറച്ച് ബാക്കിയുള്ള കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് കുറച്ച് മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടി 2 സ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം ഈ കപ്പലണ്ടിയും കടലപ്പരിപ്പും എല്ലാം കൂടെ ഇട്ട് ഇതിനകത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. നല്ലവണ്ണം ഇളക്കിയിട്ട് ഇളക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ മിക്സറിനകത്ത് ഇനിയിപ്പോൾ മിക്സറിനകത്തും അതുപോലെ നമ്മൾ കുറച്ച് മുളക് പൊടി 2 സ്പൂൺ മുളക് പൊടിയും 2 സ്പൂൺ ഉപ്പും നല്ലൊരു സ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് എല്ലായിടത്തും കൂടെ ആവുന്ന വിധത്തിൽ നമ്മൾ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കുക. ഇളക്കിയിട്ട് അതിനകത്തായിട്ട് ഈ കപ്പലണ്ടിയും ഈ പരിപ്പും എല്ലാം കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാം മിക്സ് ചെയ്യണം. ഇട്ടിട്ട് എല്ലാം കൂടെ ഇട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണം. നല്ല കൈ വെച്ചിട്ട് നല്ല മിക്സ് ചെയ്യണം. ഇങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്യണം. ഇട്ടിട്ട് ഇതാണ് നമ്മൾ 1/2 കിലോ കൊണ്ടുണ്ടാക്കിയ ഒരു മുറ മിക്സ്.